സാധാരണ എല്ലാ മനുഷ്യരും പറയാറുണ്ട്, ചെറിയ ഒരു നന്മ ചെയ്താൽ പോലും അതിനു പകരം നമ്മളെല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാണ്. ചെറിയ ഒരു നന്മ, നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഞാൻ പട്ടിണിയാണ്, എനിക്ക് വല്ലതും തരണമെന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോൾ ആ യാചകന്റെ കൈവെള്ളയിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുന്ന 2 രൂപയുടെ തുട്ടിന് പകരം പോലും അല്ലാഹുവിനോട് പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണം, ഈ സ്വതക്കയ്ക്ക് പകരം സ്വർഗം തരണമെന്ന് മടികൂടാതെ ചോദിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എത്ര തെറ്റ് ചെയ്താലും രാത്രി കിടക്കാൻ നേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിനു പകരം അല്ലാഹുവിന്റെ സ്വർഗം ചോദിക്കാൻ മടിയില്ലാത്തവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അങ്ങനെയുള്ള നാം ചെറിയ തെറ്റിന് പകരമായി നരകം കിട്ടുമോ എന്നുള്ള പേടി നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നരകമെന്ന് പറയുന്നത് വലിയ വലിയ വട്ടിപ്പലിശക്കാർക്കും കള്ളുകുടിയന്മാർക്കും പള്ളി പൊളിക്കുന്നവർക്കും ഖുർആൻ കത്തിക്കുന്നവർക്കും വ്യഭിചാരികൾക്കും ആഭാസന്മാർക്കു വേണ്ടിയും മാത്രമല്ല ഒരുക്കിയതാണ് എന്ന് കരുതിപ്പോയവരെ നമുക്ക് തെറ്റുപറ്റിപ്പോയി. കഴിഞ്ഞ വർഷം എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ ഈ സരസിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ് ഈ സരസിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ ഒരു ബൈത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. ഉച്ചക്കാരണമേ വീണൊരു പെണ്ണു തീയാറിൽ അതിനെ കിട്ടിയിട്ടവൻ പട്ടിണിക്ക് തന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. കാരണമേ വീണൊരു പെണ്ണു തീയാറിൽ അതിനെ കിട്ടിയിട്ടവൾ പട്ടിണിക്ക് തന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ ഒരു പെണ്ണിന് അല്ലാഹു നരകം കൊടുത്തു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിന്റെ എല്ലാ ചെറിയ സമയങ്ങളിലും ഞാനും നിങ്ങളും വെറുതെ നെവർമെന്റായി തള്ളിക്കളയുന്ന പുറംകാടുകൊണ്ട് വലിച്ചെറിയുന്ന ചെറിയ തെറ്റുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വെറുപ്പോടുകൂടി കാണുന്ന സമയത്താണ് നാം ചെയ്യുന്നതെങ്കിൽ ആ ഒരു തെറ്റിന് പകരം പോലും നമ്മുടെ സർവ്വ അഅ്മാലുകളും പൊളിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ധിക്കാരികളായ തെമ്മാടികളായ സാധൂതികളായ അധർമ്മ വിഭാഗത്തിന്റെ അധപ്പതനത്തിന്റെ പടുംകുഴിയിലേക്ക് ആണ്ടുപോയിട്ട് പിശാചിനെ കൈയടിപ്പിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചു പോയ വിഭാഗത്തിന് റഹ്മാനായ പടച്ചതമ്പുരാ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നരകം ലഭിക്കുമെന്നാണ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത് ആ സമയത്തൊരു ഭയാനകരമായ ശബ്ദം ഞങ്ങൾ കേട്ടു. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഭയാനകരമായ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ ആ ശബ്ദം കേട്ടതോടെ ഞങ്ങളെല്ലാം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബികളാണ് ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മാ ഹാദാ, അതദറൂന മാ ഹാദാ, ഈ കേട്ട ശബ്ദം എന്താണെന്ന് സഹാബത്തെ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹു റസൂലു അലം, അല്ലാഹുവേ അവിടത്തേക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇത്രത്തോളം ഭയാനകരമായ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഭയന്ന് വിറച്ചു പോയതെന്ന് പൊന്നാര നബിതങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, ഹാദാ ഹജറുൻ റമാ ബിഹി ഫിന്നാർ, നരകത്തിന്റെ മുകൾത്തട്ടിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കല്ല്, അത് നരകത്തിന്റെ താഴെ എത്തിപ്പോയ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അന്തം വിട്ടന്താളിച്ചുകൊണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നിമിതങ്ങൾ പറഞ്ഞു, മുൻപ് സബീന ഖരീഫ, ഇന്നും ഇന്നലെയുമല്ല ആ കല്ല് താഴേക്ക് വന്നു തുടങ്ങിയിട്ട് 70,000 കൊല്ലങ്ങളായി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്കെത്താൻ 70,000 കൊല്ലം. അപ്പോ ആ നരകത്തിന്റെ ആഴം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, തീരെ ചെറുതായിരിക്കും അല്ലേ?
70,000 കൊല്ലം 50 അടി താഴ്ചയുള്ള 50 തൊടിയുള്ള അല്ലെങ്കിൽ 50 കോലുള്ള പല സൈസില കിണർ വെട്ടുന്നവർ പറയാം. അങ്ങനെ 50 മുഴമുള്ള അല്ലെങ്കിൽ 50 തൊടിയുള്ള ഒരു കിണറ്റിലേക്ക് മുകളിൽ നിന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഒരു കല്ലെടുത്തിട്ടാൽ എത്ര സെക്കൻഡ് കൊണ്ട് താഴെത്തി? നമ്മൾ ആലോചിച്ച് നോക്കി. മുകളിൽ നമ്മൾ കണ്ണെടുക്കുന്നതിന് മുമ്പ് താഴെത്തി. 100 തൊടിയാണെങ്കിലും ആലോചിച്ച് നോക്ക്, എത്ര വേഗത്തിലെത്തും? 70,000 കൊല്ലം കൊണ്ടാണ് ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് സഞ്ചരിച്ച് തീർന്നത് എങ്കിൽ നരകം അത്ര വിശാലം. ചില സഹോദരിമാരൊക്കെ, തലവയിലുള്ള സഹോദരിമാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഓ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ദുബായിൽ ഫെസ്റ്റിവലിനൊക്കെ കിടന്ന് ഉരുളുന്ന ദാത്തമാരെയൊക്കെ നരകത്തിൽ കൊണ്ടുപോയിട്ട് അവസാനം നരകമൊക്കെ നിറഞ്ഞു കവിയുമ്പോഴായിരിക്കും തലവയിലുള്ള നമ്മളെ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, നമ്മളെ എപ്പോഴായിരിക്കും ഉള്ള പിടിക്കുക. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ മുകളിലാകുമ്പോൾ വലിയ ചൂടൊന്നും നമുക്ക് കേൾക്കില്ല. ബിരിയാണിയുടെ മണ്ട കിടക്കണ അണ്ടിപ്പരിപ്പ് പോലെ എഴുതും. അത് നമുക്ക് വലിയ ചൂടൊന്നും കേൾക്കേണ്ടി വരില്ല. നമ്മൾ ഏറ്റവും അടിക്കിടക്കുന്നവർക്കാണ് ചൂട് കൂടുതൽ. അപ്പൊ മുകളിലാകുമ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കാം എന്ന ധാരണ വേണ്ട. എത്ര പേരെ നിങ്ങൾ നരകത്തിനകത്ത് അള്ളാഹു പടച്ച ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും അള്ളാഹു നരകത്തിലേക്ക് കിടത്തിയാലും ആ നരകം നാളെ അള്ളാഹുവിനോട് പറയുമെന്നാണ്, വിശക്കുന്നു അല്ലാ, എന്നെ പടച്ചവനെ, നിന്റെ വയറ് നിറച്ചു തരൽ നിന്റെ ബാധ്യതയാണ് റബ്ബേ, ഇതുവരെ നിന്റെ വയറ് നിറഞ്ഞിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊടുത്താലും നരകം അങ്ങനെ പറയും. പക്ഷെ ഇന്ന് നമുക്ക് നരകത്തെ പേടിയില്ല. കാരണം എന്താണെന്നറിയോ? നമ്മളൊക്കെ വലിയ പുരോഗമനമുള്ളവരായി മാറിപ്പോയി. പണ്ടത്തെ പോലെയുള്ള ആൾക്കാരല്ല. ഒരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു, ചന്ദ്രനെ അള്ളാഹുവിന്റെ റസൂല് 2 പിളർത്തി ഒട്ടിച്ച് മുകളിലേക്ക് വിട്ടു. ആ സമയത്ത് ജുമ കഴിഞ്ഞിട്ട് ഒരാള് ലാപ്ടോപ്പ് ഉസ്താദിനോട് പറയും, ഉസ്താദെ റൂമിൽ തന്നെ കാണുമല്ലോ. ഉസ്താദിനെ കാണും. വീട്ടിൽ പോയി ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ ഉസ്താദിന്റെ റൂമിലും ഉസ്താദ് ഇങ്ങോട്ട് നോക്കിയോളൂ. ഉസ്താദ് വിചാരിച്ചു, അള്ളാഹുവേ എന്ത് കാണിക്കാൻ പോകണം റഹ്മാനെ. അവൻ ഉസ്താദ് കിതാബൊക്കെ മടക്കി വെച്ചു. അവന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കാം. ഉസ്താദ് ഇതാണ് ചന്ദ്രൻ, ഏകദേശം. ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ചന്ദ്രന്റെ വിസ്തീർണം ഇത്രയാണ്. ഒരു ചന്ദ്രന്റെ ഒരു പകുതി വേണ്ട, ഒരു കഷണം ഈ ഭൂമിയിലേക്ക് വന്ന് വീണാൽ എത്രയോ മൈലുകളോളം ഭൂമി കത്തിക്കരിഞ്ഞു പോകും. പിന്നെ ഒരു പച്ചില പോലും ഈ ഭൂമിയുടെ തൊലിക്ക് പുറത്ത് മുളച്ചു വരികയില്ല. അത്രത്തോളം ശക്തമാണ് ഈ ചന്ദ്രന്റെ ഭാഗം അടർന്നു വീണാൽ. അതിന് മുഹമ്മദ് നബി താഴെ കൊണ്ടുവന്ന് 2 പിളർത്തി ഒട്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെപ്പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ലേശം ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് മീങ്ങച്ചവടക്കാരും കുറച്ച് ഒട്ടുപാല് പറക്കാൻ പോണവരും ടാപ്പിങ്ങിന് പോണവരും വേറെ ജോലിയും കൂടി ഇല്ല നടക്കുന്ന കുറച്ച് ആൾക്കാർ ഉയരാറില്ലേ പറഞ്ഞെന്ന് പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റില്ല. ഉസ്താദ് കിതാബ് കാണിച്ചു കൊടുത്താൽ അയാളെന്ന് പറയും, സംഭവമൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് മോജിസത്ത് എന്ന് പേര് പറയുന്നത്. മണ്ട മരമുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതിന് മോജിസത്ത് എന്ന് പേര് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ പോലും കമ്പ്യൂട്ടറിലൂടെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാം ലാപ്ടോപ്പിലൂടെയാണല്ലോ. 2 വിരൽത്തുമ്പ് കൊണ്ട് ഞെക്കിയിട്ടാണ് വാപ്പയാരെന്ന് കണ്ടുപിടിക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പഠിക്കേണ്ട മോനെ. പൊന്നാര നബിതങ്ങൾ കാണിച്ച അത്ഭുതങ്ങൾ നിന്റെ കമ്പ്യൂട്ടറിനകത്ത് മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പൊന്നാര നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് സ്ഥിരീകരിക്കുന്നതിന് പകരം റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു കൊട്ടിയോടിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, വിഷയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ഒരുപാട് സൗകര്യങ്ങൾ കൂടിപ്പോയത് കൊണ്ട് പരലോക വിശ്വാസത്തിന്റെ ഖുർആനിന്റെ ആയത്തുകള് നെറ്റിലൂടെ കണ്ടെത്തിയിട്ട് ലാപ്ടോപ്പിലൂടെ പഠിക്കുമ്പോ നരകത്തിന്റെ ഭയാനകരമായ രംഗം നിനക്ക് ചെറുതായി തോന്നിയാ എന്റെ സഹോദര, പിശാച് നിന്റെ കൂടെ ഉണ്ടെന്ന് പഠിച്ചോ. 70,000 കൊല്ലങ്ങൾ കൊണ്ടൊരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുവാൻ സമയമെടുക്കുമെങ്കിൽ അത്രത്തോളം ആഴമാണ് ഒരു നരകത്തിന്റെ റഹ്മാനാണ് പടച്ചതമ്പുരാ കൊടുത്തിരിക്കുന്നത് എങ്കിൽ എന്റെ സഹോദരങ്ങള് പേടിച്ചേ പറ്റൂ. മുൻഗാമികളാണ് മനുഷ്യർ മുഴുവനും അങ്ങനെ ഭയം നിറച്ചവരാണ്, അങ്ങനെ പൊട്ടിക്കരഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവരുടെ നമസ്കാരത്തിൽ അവർ കരഞ്ഞുപോയത്. അതുകൊണ്ടാണ് അവരുടെ നമസ്കാരത്തിന് ശേഷം അവർ ദുആ ചെയ്തത്. അതുകൊണ്ടാണ് പൊന്നാര നബിതങ്ങൾ പറഞ്ഞത്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് അല്ലാഹുമ്മ അജ്റുനി മിനന്നാർ, അല്ലാഹുവേ
ആള് കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തീരന്റെ രക്ഷപ്പെടുത്തണയല്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതേ തഹിയ്യാത്തിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുമ്മ അജ്റിനീ മിനന്നാർ എന്ന് ദുആ ചെയ്യാ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് പഠിപ്പിച്ചതെന്നറിയോ? നരകത്തിന്റെ ഭയം വിട്ടുപോകല്ലേ, നരകത്തിന്റെ ഭയം മറന്നു പോകല്ലേ. സന്തോഷവും ആഹ്ലാദവും ആനന്ദവും കടന്നു വരുമ്പോ നരകത്തിന്റെ ചിന്തലിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകല്ലേ. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പറയും സാറേ, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാര്യം പറഞ്ഞു കൊടുക്കാം, പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെന്തിനായി നരകത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് ഈ പാവപ്പെട്ട ഞങ്ങൾ വരട്ടുക? നരകത്തിൽ പറഞ്ഞ് കേൾക്കുമ്പോ നമ്മുടെ ധാരണ എന്താണെന്നറിയോ? നരകം നമുക്ക് ഇപ്പോഴൊന്നും കിട്ടൂല. പിന്നെ നരകം കിട്ടുന്നത് എപ്പോഴാ? നരകവും സ്വർഗവും അല്ലാഹു വെച്ചിരിക്കുന്നത് പരലോകത്തല്ലേ. അത് ഞാനോ മരണപ്പെട്ടു പോയി ഒരുപാട് കൊല്ലം ഖബറിനകത്ത് കഴിഞ്ഞ് പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂതി അവിടുന്ന് മനുഷ്യരെയെല്ലാം പരലോകത്ത് കൊണ്ടുവന്ന് അവിടുത്തെ വലിയ വിചാരണ കഴിഞ്ഞ് ആ വിചാരണയുടെ അവസാനമാണ് മനുഷ്യന് സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്നത്. അത് പിന്നെ എന്തിനാ ഉസ്താദ് ഇന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നമ്മുടെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ നരകത്തെ ഓർത്തുകൊണ്ട് പാതിരാ സമയത്ത് ഉറങ്ങാൻ കഴിയാതെ പൊട്ടിക്കരയുമായിരുന്നു. ശരീരത്തെളിഞ്ഞിരിക്കുന്ന ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് പ്രകടമേൽപ്പിച്ചുകൊണ്ട് പറയൂ ഉമറിന്റെ ശരീരമേ, പറയൂ ഉമറിന്റെ ശരീരമേ, ഇന്ന് നീ തെറ്റ് ചെയ്തോ, ഇന്ന് നീ ദുനിയാവിനെ മോഹിച്ചോ, ഇന്ന് നീ ആഡംബരം കൊതിച്ചോട് ചോദിച്ചുകൊണ്ട് ശരീരത്തിൽ ശിക്ഷ നടപ്പാക്കുമായിരുന്നെന്ന് ചരിത്രം പറയുമ്പോൾ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഒരു ജനത പറയുകയാണ്, പെൺകുട്ടികൾക്ക് ധരിക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞുകൊണ്ട് യാ ഉമറുൽ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സുദനിയാതി വഉമ്മാഹുന്ന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, എന്റെ പെങ്ങൾക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല, എന്റെ ഭാര്യയ്ക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല. അതുകൊണ്ട് ഉമർ അവിടുന്ന് കുറച്ച് വസ്ത്രം തന്നുകൊണ്ട് സഹായിക്കണമെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെറുതെ ഒന്ന് തമാശയ്ക്ക് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നയാൾ പറയുന്നു, അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന ഇദൻ നബഅസില്ല അദ്ഹാബന്ന. ഉമറേ, നിങ്ങൾ അബൂ ഹഫ്സാണ്, തരുമെന്ന ഉറപ്പ് നമുക്കുണ്ട്. ഇനി നിങ്ങൾ തന്നില്ലെങ്കിലോ രണ്ടാമതൊന്ന് ചോദിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കൂലാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ വസ്ത്രം വെച്ചിട്ടാണ് തരാതിരിക്കുന്നത് എങ്കിൽ ഇമ്മായിലാനാരി ഇമ്മാജന്ന, ഒന്നെങ്കിൽ അല്ലാഹു നിങ്ങളെ നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നരകം തന്നേക്കാമെന്ന് പറഞ്ഞപ്പോ മക്കാ മണൽത്തരികളെ കെടുകിടാതെ ഉറപ്പിച്ചു കളഞ്ഞ മക്കയുടെ പർവ്വതങ്ങൾ പോലും വിറഞ്ഞുപോയ, വിറച്ചു തുള്ളിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗമനം കണ്ടിട്ടാണെങ്കിൽ ആ നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ആ പാവപ്പെട്ട സഹോദരനെ വാരിപ്പിണർന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയല്ലേ, നിന്റെ നാവ് കൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയല്ലേ. ഒരുപക്ഷേ ആ വാക്കല്ലാഹു സ്വീകരിച്ചാൽ ഉമറിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞത് 2011-ലല്ല, 2010-ലല്ല, 14 മുമ്പാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങൾ അല്ലാഹുവെ ഓർക്കാൻ നേരമില്ലാതെ പള്ളിയുടെ മുമ്പിലൂടെ മടപ്പ് കെട്ട് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി പരക്കം പായുമ്പോ അല്ലാഹുവിന്റെ പള്ളിവിരാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ വീടിന്റെ അകത്തിരുന്നുകൊണ്ട് റിയാലിറ്റി ഷോയുടെ പ്രിയപ്പെട്ട നീ ഇഷ്ടപ്പെടുന്ന ഗായകർക്ക് വേണ്ടിയിട്ട് മെസ്സേജേക്കാൾ ഉറപ്പില്ലാത്ത മുസ്ലിമേ അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോ നുണ
പറന്നുകൊണ്ട് സ്വറ പറന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടകമ്പോളത്തിനകത്ത് സമയം കളയുന്ന മോനെ, 2011 എത്ര തവണ നിനക്ക് കരയാ കഴിഞ്ഞിട്ടുണ്ട് മോനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നൂറ്റാണ്ടുകൾ മുമ്പ് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ പൊള്ളുന്ന പായ പോലെ അതിൽ നിന്ന് ചാടിയെടുത്തുകൊണ്ട്